ദൈവമേ, സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനത്തിനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ല വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞത്തോടെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കൺമുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവമേ സ്തോത്രം. ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ്, ദൈവമേ സ്തോത്രം. എല്ലായ്പ്പോഴും ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി തീരുവാനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ കർത്താവ് നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ്, വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം. പലപ്പോഴും കർത്താവെ ഹല്ലേലൂയ, മറ്റുള്ള മുമ്പിലൊക്കെ കർത്താവ് വിശുദ്ധിയോടെ ദൈവമേ ജീവിക്കുമെങ്കിലും കർത്താവെ പലപ്പോഴും കർത്താവ് വ്യക്തി ജീവിതങ്ങളിൽ പല പാവപ്പുകളും കർത്താവ് കുറവശങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. എന്നാൽ കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്താവിനെയൊക്കെ ഒന്ന് നീക്കി കർത്താവെ ദൈവമേ അടിയങ്ങളെ ഒന്ന് കഴുകി കർത്താവെ ഒന്ന് ശുദ്ധീകരിച്ച് കർത്താവ് വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാനുള്ള കൃപയ്ക്കായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. നീ കർത്താവെ മനുഷ്യരുടെ മുമ്പിൽ ദൈവമേ അടിയങ്ങൾ കർത്താവെ നന്നായി നടന്നാലും ദൈവമേ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് പാവത്തിൽ അകപ്പെടുമ്പോഴും അതൊക്കെ എല്ലാം നീ അറിയുന്ന ഒരു ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. എപ്പോഴും കർത്താവെ ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ വിശുദ്ധിയുള്ള തീരുവന്തൊക്കെ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രഭാതം ദൈവമേ ഹല്ലേലൂയ വചനം കേൾക്കുന്ന ദൈവമേ പ്രിയ മക്കൾക്കും കർത്താവ് അടിയങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.